ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല അടിപൊളി ടേസ്റ്റിൽ തയ്യാറാക്കി എടുത്തിട്ടുള്ള ഒരു ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനും സ്കിപ്പ് ചെയ്യാതെ കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവരും വീഡിയോ കണ്ടിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഈ ഒരു ചിക്കൻ നമുക്ക് നെയ്ച്ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും പൂരിയുടെ കൂടെയും ഒക്കെ കഴിക്കാനും അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാൻ ഇതവിടെ 1.5 കിലോ ചിക്കൻ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ എല്ലോട് കൂടിയിട്ടുള്ള ചിക്കൻ തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇത് പിന്നെ അത്യാവശ്യം വലുപ്പത്തിലാണ് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത്. ലാസ്റ്റ് ഞാനിത് ഒന്നുകൂടി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. അത് നമുക്ക് ലാസ്റ്റ് കാണാം കേട്ടോ. ഇനി നമുക്കിതിലേക്കൊരു മസാല ഒന്ന് തയ്യാറാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ടുള്ള മല്ലിയും മുളകൊക്കെ ഒന്ന് വറുത്തെടുക്കണം. അപ്പം ഞാൻ ഇതിവിടെ ഒരു പാത്രം സ്റ്റൗവിലേക്ക് വെച്ച് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്ത് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ മുഴുവനായിട്ടുള്ള മല്ലിയും ഒരു 10 വറ്റൽ മുളകും 1 ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് വറുത്തെടുക്കാം. ഫ്ലെയിം കൂട്ടി വെക്കരുത്, മല്ലിയെല്ലാം പെട്ടെന്ന് തന്നെ മല്ലിയും മുളകെല്ലാം കരിഞ്ഞു പോകും. പിന്നെ നമുക്കിതിലേക്ക് മുഴുവനായിട്ടുള്ള കുരുമുളകാണ് ചേർത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നമ്മൾ ഈ ഒരു മുളകും മല്ലിയും വറുത്തെടുക്കുന്ന സമയത്ത് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുഴുവനായിട്ടുള്ള കുരുമുളക് ചേർത്ത് കൊടുക്കാം. ഞാൻ ലാസ്റ്റ് പൊടിയാട്ടാ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമാവുകയെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ ഇതിവിടെ ഞാൻ ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് തന്നെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫ്ലെയിം ഞാൻ ഇതിവിടെ ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിനി നമുക്ക് മറ്റൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. തണുത്ത് വരുന്നത് വരെ നമുക്ക് അങ്ങനെ ഇതിവിടെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് മാറ്റി കൊടുക്കാം. ഒപ്പം തന്നെ ഇതിലേക്ക് ഞാൻ ഇവിടെ 1 ടീസ്പൂൺ നിറയെ തന്നെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ തന്നെ നമുക്കിത് പൊടിച്ചെടുക്കണം. അപ്പോൾ ഇതിവിടെ നല്ലതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിവിടെ ഒരു പാത്രം സ്റ്റൗവിലേക്ക് വെച്ച് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്ത് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇത് നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ വലിയ ജീരകം കൂടി ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ ഇതിലേക്ക് 2 വറ്റൽമുളക് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ കറിവേപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, നനഞ്ഞിട്ടുള്ള കറിവേപ്പാണെങ്കിൽ പൊട്ടിത്തെറിക്കാനുള്ള സാധ്യത ഉണ്ട്. ഇനി ഇതൊന്ന് ലോ ഫ്ലെയിമിലിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് 3 ചെറിയ സവാള പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമ്മൾ എന്നും പറയുന്നത് പോലെ തന്നെ നമ്മുടെ സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നല്ലതുപോലെ തന്നെ ഇതൊന്ന് വഴറ്റി കൊടുക്കണം. നമ്മുടെ സവാളയെല്ലാം നന്നായിട്ടൊന്ന് സോഫ്റ്റായി വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അങ്ങനെ സവാളയെല്ലാം സോഫ്റ്റായിട്ട് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കൂടി ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റാണ് ഉള്ളതെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. ഞാനിത് വെളുത്തുള്ളി കുറച്ച് തൊലിയോട് കൂടി തന്നെയാണ് ചതച്ചെടുത്തിട്ടുള്ളത്. അങ്ങനെ അതിൻ്റെ ആ ഒരു പച്ചമണമെല്ലാം നന്നായിട്ടൊന്ന് മാറി വരട്ടെ. അതുവരെ നമുക്ക് നല്ലതുപോലെ തന്നെ ഇതൊന്ന് വഴറ്റി കൊടുക്കണം. അങ്ങനെ അത് വഴന്ന് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 2 ചെറിയ തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. ഇതും കൂടി നല്ലതുപോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കുക. നന്നായിട്ട് ഈ തക്കാളിയിലൊന്ന് വെന്ത് വരട്ടെ. അടുത്തതായിട്ട് ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് മഞ്ഞൾപ്പൊടിയുടെ ആ ഒരു പച്ച ചുവയെല്ലാം ഒന്ന് മാറി വരുന്നത് വരെ നല്ലതുപോലെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കണം. അതെല്ലാം കൂടി നന്നായിട്ട് ഞാൻ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ചിക്കൻ ചെറുതായിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നല്ലതുപോലെ തന്നെ ഞാൻ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കനിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ നേരത്തെ നമ്മൾ ആ ഒരു സവാളയിലേക്കുള്ള ഉപ്പ് മാത്രമല്ലേ ചേർത്ത് കൊടുത്തത്. ഇനി ചിക്കനിലേക്കുള്ള ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഉപ്പെല്ലാം ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഞാൻ ഇവിടെ മിക്സ് ചെയ്ത് കൊടുത്തു. ഇനി മൂടി വെച്ച് കൊടുക്കാം. നമുക്കിത് 10 മിനിറ്റിന് ശേഷം നോക്കാം. അപ്പോൾ ഇടയ്ക്ക് 2 പ്രാവശ്യം ഞാൻ തുറന്നിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ചിക്കനിലെല്ലാം നന്നായിട്ട് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. ചിക്കൻ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ നേരത്തെ വറുത്ത് പൊടിച്ചിട്ടുള്ള നമ്മുടെ ആ ഒരു മസാലയില്ലേ, അതും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ മസാല ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മസാലയെല്ലാം ഒന്ന് ഈ ഒരു ചിക്കനിലേക്കൊന്ന് പിടിച്ച് കിട്ടുന്നത് വരെ മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കൊരു 2 മിനിറ്റ് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം.
അപ്പോൾ ഈ ഒരു സമയത്ത് നല്ലൊരു അടിപൊളി സ്മെല്ലാട്ടാ. ഈ ഒരു മസാലയും ചിക്കനെല്ലാം കൂടി ഒന്ന് മിക്സായി വരുമ്പോൾ നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ ഇതിവിടെ വീണ്ടും മൂടി വെച്ചിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ആ ഒരു മസാലയും ചിക്കനെല്ലാം കൂടി ഒന്ന് സെറ്റായി വരട്ടെ കേട്ടോ. അങ്ങനെ ഇതാ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. നമ്മുടെ ചിക്കനിൽ നല്ലതുപോലെ മസാലയിലൊന്ന് പിടിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ലാസ്റ്റായിട്ട് അര ടീസ്പൂൺ ഗരം മസാല പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ ഇതിലേക്ക് ഒരു ചെറിയ നാരങ്ങയുടെ പകുതി നീര് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് നാരങ്ങ നീര് വേണ്ടാന്നുണ്ടെങ്കിൽ വിനീഗർ ചേർത്ത് കൊടുത്താലും മതിയേ. പിന്നെ ഇതിലേക്ക് ഒരു പച്ചമുളക് 2-3 പീസായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതാ കുറച്ച് കറിവേപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ മല്ലിയിലയാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. എൻ്റെ കയ്യിൽ മല്ലിയില ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ കറിവേപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അങ്ങനെ ഇത് നന്നായിട്ട് നമുക്കിനി ഇത് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിൻ്റെ ഫ്ലെയിം ഞാൻ ഇതവിടെ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ അടിപൊളി ടേസ്റ്റുള്ളൊരു ചിക്കൻ ഇതവിടെ തയ്യാറായി. അപ്പോൾ എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നും പറയുന്നത് പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. നിങ്ങളുടെ കുക്കിംഗ് ഇഷ്ടപ്പെടുന്ന എല്ലാ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം.